ഉമറിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു സയ്യിദുനാ ഉമർ. എന്തിനാ കരയണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, തദക്കർതു ഹദീസ് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് ഓർത്ത് ഞാൻ കരഞ്ഞതാണ്. എന്താന്ന് ചോദിച്ചു. മാ കസുറ മാലുൻ ഇൻദ ഖൗമിൻ ഇല്ലാ തഖാലു വതഖാതഉ, ഏത് ജനതയുടെ അടുത്തും ധനം അധികരിച്ചാൽ ആ ജനത ഛിന്ന ഭിന്നമാവുകയും നിന്ദ്യരാവുകയും ചെയ്യും. ഇന്നലെ വരെ നിന്ദ്യരായി ഛിന്ന ഭിന്നമായിരുന്നത് കിസ്റയായിരുന്നുവെങ്കിൽ ഈ ധനം നമുക്ക് കിട്ടിയത് കൊണ്ട് നാളെ മുതൽ ഛിന്ന ഭിന്നരാവേണ്ടതും നിന്ദ്യരാവേണ്ടതും നമ്മളല്ലേ എന്ന് ആലോചിച്ച് കരഞ്ഞതാണെന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹയുടെ ഒരു സംഭവം. മഹാനായ സയ്യിദ്നാ ഉമർ എല്ലാ രാത്രിയിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാണും. നട്ടപ്പാതിരായ ഭരണാധികാരി ഇങ്ങനെ പുറത്തിറങ്ങി പോവാ. ഡൗട്ടായി, എന്താ എന്നും ഒരു പുറത്തിറങ്ങി പോണത്. ഒരു ദിവസം എന്ത് ചെയ്തു, ഭരണാധികാരിയുടെ പിന്നാലെ പോയി. അങ്ങനെ പോയി നോക്കുമ്പോ ഇരുട്ടിൽ മെല്ലെ ഭരണാധികാരി എന്തോ ചുമന്നു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഭരണാധികാരി മെല്ലെ ഒരു വീട്ടിനുള്ളിൽ കയറിപ്പോയി. അപ്പോൾ പിന്നെ പുറത്തു നിന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒന്ന് കാണട്ടെ എന്താ ഇയാൾ ഇവിടെ ചെയ്യുന്നത്. ഭരണാധികാരി നട്ടപ്പാതിരക്ക് ഇരുട്ടിൽ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. കുറേ നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിയില്ല. സുബഹി വരെ കാത്തിരുന്നു, ഭരണാധികാരി ഇറങ്ങിയില്ല. സുബഹിക്ക് ബാങ്ക് കൊടുത്തപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോന്നു. ഭരണാധികാരി വന്നു പള്ളിയിൽ. ഉമർ ബിൻ ഖത്താബ് പള്ളിക്ക് ഇമാമായിട്ടും വന്നു. അവര് ഭയങ്കര ഷെക്ക് തോന്നി. ഇയാൾക്ക് എന്താ ആ പെരയിലെ നട്ടപ്പാതിര കേർപ്പാട്, ഇതെന്താണ്, ഒരു സംശയം തോന്നി. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് പോയി. എന്താണ് ആ വീട്ടിന്റെ അവസ്ഥ, എന്താണ് അവിടെ ഉള്ളത്, എന്താണ് അവിടുത്തെ കാര്യം എന്ന് അറിയാമല്ലോ വിചാരിച്ചിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ത്വൽഹ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ നേരെ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറിച്ചു. വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അപ്പൊ നോക്കുമ്പോ ആരാളുള്ളത്, അജൂസൻ അമ്മിയാ, കണ്ണ് കാണാത്ത ഒരു വൃദ്ധയുണ്ട് ആ വീട്ടിൽ. ഒരു കണ്ണ് കാണാത്ത വൃദ്ധയുണ്ട് ആ വീട്ടിൽ. അങ്ങനെ താമസത്രേ ഉള്ളൂ. അപ്പോൾ ആ തമ്മയുടെ അടുത്തേക്ക് ചെന്ന് അന്വേഷിച്ചു, എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ആരോരുമില്ല. പക്ഷേ ഒരാൾ എല്ലാ രാത്രിയും ഇവിടെ വരാറുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ഒരാള് എല്ലാ രാത്രി ഇവിടെ വരാറുണ്ട്, ഒരാള്. അയാൾ എനിക്ക് വേണ്ട ഭക്ഷണം ചുമന്നു കൊണ്ടുവരും. നേരം വെളുക്കുന്നവരെ എന്നെ ശുദ്ധീകരിക്കും. വളരെ ചിന്തിക്കണം. എന്റെ വസ്ത്രങ്ങളെ ശുദ്ധീകരിക്കുകയും പുതിയ വസ്ത്രം എന്നെ അണിയിക്കുകയും പകലിലേക്കുള്ള ഭക്ഷണം എന്റെ അടുത്ത് നിക്ഷേപിക്കുകയും ചെയ്ത് പോകും. പിറ്റേ രാത്രി പിന്നെയും വരും. അങ്ങനത്തെ ഒരാളുണ്ട്. അയാളല്ലാത്ത എനിക്കൊരു അഭയവുമില്ല. കരഞ്ഞുപോയി. ആരപ്പി ചെയ്തത്, ആരപ്പി ചെയ്യുന്നത്? ചിന്തിക്കും. മയ്യത്തെ കുളിപ്പിച്ചപ്പോൾ ഇവിടെ ധാന്യങ്ങളും മറ്റും സാധുക്കൾക്ക് ചുമന്നു കൊണ്ടുപോയ അടയാളമുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യം. വെറുതെ വായ്പാട്ട് പാടല്ല, ഒരു ചരിത്ര സംഭവം. അങ്ങനെ തന്നെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് കാലമായി എന്നെ പരിചരിക്കുന്നത് ആ ഒരു മനുഷ്യൻ മാത്രമാണ്. എനിക്ക് ആവശ്യമൊക്കെ കൊണ്ടുവരും. എന്നിൽ നിന്ന് മോശപ്പെട്ടത് മുഴുവനും മാറ്റി എടുത്തുകൊണ്ടുപോയി ശുദ്ധീകരിക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ വീട്ടിൽ വരാറുണ്ട്. ഉടനെ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് അറിയുമോ, നിങ്ങളറിയോ ഇയാളെ? അല്ലല്ല, ഞാൻ അറിയില്ല. അപ്പോൾ പറഞ്ഞു, ഇന്നഹു അഅ്ദലുന്നാസ് വ ഇന്നഹു അക്രമുന്നാസ്. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും നീതിമാനാണത്. ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും ബഹുമാനിയാണത്. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സുൽത്താനുസ്സലാത്തീൻ, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണത്. ഇസ്മഹു യുഹർരികു ഹജറ ഖസ്രി കിസ്റ വ കൈസർ.
കീസ്രയുടെയും കൈസറിന്റെയും കൊട്ടാരത്തിന്റെ അടിക്കല്ല് പോലും ആ മനുഷ്യന്റെ പേര് കേട്ടാ ഇളകിപ്പോകും. അത്രയും വലിയ ഭരണാധികാരിയാണ്. അതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതെന്റെ വെറുതെ ഒരു വായ്പാട്ട് പറയല്ല, ആ ചരിത്രം അങ്ങനെ തന്നെ ഉദ്ധരിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു കാന യതഅഹുൽ അംയാൻ, നാട്ടിലുള്ള എത്ര ദൂരെയുള്ള ആ കണ്ണ് കാണാത്തവരാണെങ്കിലും ഒരു കണ്ണ് കാണാത്തവനും ആ കാലഘട്ടത്തിൽ ഭിക്ഷക്കിറക്കുമായിരുന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ബഹുമാനപ്പെട്ടവർ. അതേപോലെ തന്നെ ഭാഗം കുഴഞ്ഞു കിടക്കുന്നവർ, വൽ അജായിസ് വൃദ്ധന്മാർ, വൽ അറാമിൽ, അതേപോലെ തന്നെ വിധവകൾ, ഭർത്താവ് മരിച്ചുപോയ വിധവകൾ. ലൈലൻ, രാത്രികാലങ്ങളിൽ വയഹ്മിലു ഇലൈഹിമുൽ മാ, ആ ജനങ്ങൾക്ക് വെള്ളം ചുമന്നുകൊണ്ട് പോകും. വൽ ഹതബ, വിറകിനെയും ബിനഫ്സിഹി, വീടാന്തരം. വേറെ സംഭവത്തിൽ പറയുന്നുണ്ട് ലാ യനാമു ലൈലൻ വലാ നഹാറാൻ, പകൽ ഉറങ്ങൂല രാത്രി ഉറങ്ങൂല. സയ്യിദുനാ ഉമർ പറ്റ കുഴഞ്ഞാല് എവിടെയെങ്കിലും ആള് കാണുന്നിടത്തൊന്ന് കിടക്കും, മരച്ചോട്ടിലോ മറ്റോ. സയ്യിദുനാ ഉമർ പകലെന്താ ഉറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ജനങ്ങൾ എന്നെ സമീപിക്കണ നേരത്ത് ഞാൻ എങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? രാത്രിയോ? രാത്രി എന്റെ ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയാ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ ഉമർ സയ്യിദുനാ ഉമർ പകലുറങ്ങില്ല, എന്റെ ജനങ്ങളുടെ ആവശ്യമുള്ള നേരത്ത് ഞാൻ ഉറങ്ങിയാ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പകലുറങ്ങില്ല. പിന്നെ എന്താ രാത്രി ഉറങ്ങാത്ത? എന്റെ ജനങ്ങളൊക്കെ ഉറങ്ങാണ്, പിന്നെ ഞാൻ അവിടെ ഉറങ്ങാൻ പറ്റുമോ? അവരെ നോക്കാൻ ഞാൻ വേണ്ടേ? സയ്യിദുനാ ഉമർ ഏതെങ്കിലും ഒരു കാഫിലക്കാര് മദീനയുടെ പരിസരത്ത് എന്നാൽ പരിസരത്ത് വന്നു എന്നറിഞ്ഞാൽ ഓടിച്ചെല്ലും. എന്നിട്ട് അവരോട് പറയും, ഉറങ്ങി പ്രശ്നാക്കണ്ട, എല്ലാരും ഉറങ്ങിയുള്ളൂ, എല്ലാം നിങ്ങൾ ക്ഷീണിച്ചു വരും. നേക്കുന്നത് വരെ ആ കാഫിലയുടെ എല്ലാ ടെന്റുകളും ചുറ്റി നടക്കും സയ്യിദുനാ ഉമർ. സുബഹി വരെ ആ ടെന്റുകൾ ഇങ്ങനെ ചുറ്റി അടിച്ചു നടക്കും. സുബഹി ആയാലോ ടെന്റുകൾക്ക് അടിക്കും, ജനങ്ങളെ എണീറ്റോളൂ അസ്സലാ സ്വലാ, എന്നിട്ട് ഫയഅ്തിൽ മസ്ജിദ്, പള്ളിയിലേക്ക് വരും സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ويخرج عنهم الأعداء فيقول له بعض الناس دعني أحمل عنك فيقول من يحمل عني يوم القيامة ذنوبي. കുറച്ചാളുകൾ ബഹുമാനപ്പെട്ടവരുടെ ഈ കഷ്ടപ്പാട് കണ്ടപ്പോൾ സ്വയം സന്നദ്ധതയ്ക്ക് തയ്യാറായി, നിങ്ങളോടുകൂടെ രാത്രി ഈ വിഷയങ്ങളൊക്കെ കണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളും സഹകരിക്കാമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവരോട്. അയക്കോലും അപ്പോൾ പറഞ്ഞു, കഫാനി, ആ വിഷയത്തിന് ഞാൻ തന്നെ മതിയാവും, ആരും എന്നോട് സഹകരിക്കണ്ട, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ മതി. എന്തുകൊണ്ട്? അന്ത്യനാളിൽ എന്റെ ദോഷം വഹിക്കാൻ നിങ്ങൾ വരികയില്ലല്ലോ. എന്റെ ദോഷം അള്ളാന്റെ അടുത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യത്തിൽ രാത്രി ഇതൊക്കെ ഏറ്റിക്കൊണ്ടു പോകുന്നത്. അന്ത്യനാളിൽ എന്റെ ദോഷം വഹിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷയത്തിൽ എന്നോട് സഹകരിക്കേണ്ടതില്ല. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കും, ഷാമിൽ ഭരണാധികാരി, ഷാം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയ അപ്പോൾ കൈതപ്പുറത്തിയെന്നു. അപ്പോൾ റളിയല്ലാഹു അൻഹു എന്നെ പാവാണ്, പാവം എന്ന് പറഞ്ഞാൽ പച്ചപ്പാവ, ഓടി വന്ന് പറഞ്ഞു, ഉമറേ ഇസ്തശ്റഫൂക്ക്, ജനങ്ങൾ വലിയ ആളായിട്ട് കരുതിയിട്ടാണല്ലോ നിന്നെ ഇരിക്കുന്നത്, എന്നിട്ട് നീ റാക്കിബുൽ ഹിമാറായി വന്നാൽ പറ്റുമോ?